ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മീനാക്ഷി തെറ്റുകാരിയല്ലെന്ന് ആര്യനും അതുപോലെ തന്നെ മാമനും ആകാശും കൂടി തെളിയിക്കുകയാണ്. വീണ മേഡത്തിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഭർത്താവിനോട് ഇവിടുത്തെ CCTV കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാൻ പറയുമ്പോൾ അയാൾ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇയാൾ ആരാണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ആകാശും അതുപോലെ തന്നെ നമ്മുടെ ആകാശും ആര്യനും ആ മാമനും കൂടി. ഇപ്പൊ മാമൻ പണ്ട് ഇയാൾ നമുക്ക് ഇതിനു മുമ്പ് പരിചയമില്ല, ഇയാൾക്ക് ഇതിന് നമ്മുടെ ഇത്രമാത്രം ശത്രുത എന്ന് പറയുമ്പോഴേക്കും ആര്യൻ അപ്പൊ തന്നെ സംശയം പറയുന്നുണ്ട്, മിക്കവാറും ഇത് കൃഷ്ണമംഗലംകാരുടെ പണിയായിരിക്കും എന്ന് പറയുമ്പോൾ മാമൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, കൃഷ്ണമംഗലംകാരുടെ പണി നമ്മൾ പറഞ്ഞാൽ അത് വിശ്വസിക്കുക, അതിന് തെളിവും കാര്യങ്ങളും വേണം. ചേച്ചിയുടെ കയ്യിൽ ഒരാളൊന്ന് പൈസ കൊടുത്തു പറഞ്ഞല്ലോ, ഇവിടുത്തെ വീണ മേഡത്തിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ നമ്മുടെ വീട്ടില് അന്ന് CCTV വെച്ചത് എനിക്ക് ഓർമ്മയില്ല. ആര്യ അവിടെ അനുവിനെ വിളിച്ചിട്ട് ആ CCTV ഫോട്ടോസ് ഒന്ന് അയച്ചുതരാൻ പറ എന്ന് പറയുമ്പോ ആര്യനൊരു മടി തോന്നുവാ കേട്ടോ. മാമൻ പറയണ്ട്, എടാ അനുവിനോട് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം, അതൊക്കെ വിട്ടുകള, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അവൾ ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവളെ വിളിക്കേ എന്ന് പറയാണ്. അങ്ങനെ ആര്യനാണെങ്കിൽ അനുവിനെ വിളിക്കുന്നുണ്ട്. അനു, നീ അവിടുത്തെ CCTV ഇന്ന് രാവിലെ നടന്ന ഫോട്ടേജ് എല്ലാം തന്നെ വീഡിയോസും എല്ലാം തന്നെ എന്റെ ഫോണിലേക്ക് ഇപ്പൊ തന്നെ അയച്ചു തരാൻ വേണ്ടി പറയാണ്. അനു അത് അയച്ചു കൊടുക്കേണ്ട നോക്കുമ്പോ ആ പറഞ്ഞ ആൾ, അതായത് വീട്ടിൽ വന്നിട്ട് വീണ മേഡത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന ആളും ആകാശാണെന്ന് പറഞ്ഞിട്ട് വീണ മേഡത്തിന്റെ വീട്ടിൽ വന്ന ആളും ഒരാള് തന്നെയാണ്. അപ്പൊ അയാളെ പൊക്കാന്നുള്ളത് വേറൊരു വഴിയും നമ്മുടെ ആര്യന് മുമ്പിലില്ല. അപ്പൊ ആര്യം പറയേണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇയാളുടെ മാമന്റെ ഫോണിൽ നിന്ന് അയാൾ ഒന്ന് വിളിക്കേ, എന്നിട്ട് പറ ഇന്ന സ്ഥലത്ത് വരാൻ പറ, CA സാർ പറഞ്ഞിട്ടാണ് വരുന്നത് പറഞ്ഞാൽ മതി, അയാള് വന്നോളും എന്ന് പറയാണ്. അങ്ങനെ അയാള് അവരുടെ വലയിൽ കുടുങ്ങുവാട്ടോ. കറക്റ്റ് ആയിട്ട് ആര്യന്റെയും ആകാശിന്റെയും നമ്മുടെ വീണ മേഡത്തിന്റെ ഭർത്താവിന്റെയും പിന്നെ മാമന്റെയും കയ്യിലേക്ക് തന്നെയാണ് വീഴുന്നുണ്ട്. അയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് ആര്യൻ നമ്മുടെ മീനാക്ഷിനെ കോടതിയിലൊക്കെ ഹാജരാക്കാൻ പോകുന്നതിന്റെ തൊട്ട് അരമണിക്കൂർ മുമ്പാണ് ഇവരെല്ലാരും കൂടി അയാളെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പൊ അവിടുത്തെ SAക്ക് കാര്യം മനസ്സിലായി, കുടുങ്ങി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ SA പറയുന്നത്, നിങ്ങൾ എന്തിനാ ഇവിടെ ഇയാളെ കൊണ്ടുവരാൻ പറ്റില്ല, ഇയാളെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിട്ട് നിങ്ങൾ പോയിക്കുമെന്ന് പറയണം. ആര്യം പറയണ്ട്, അങ്ങനെ ഇട്ടേച്ചും പോകാൻ പറ്റില്ലല്ലോ സാറേ, കുറച്ച് കൂട്ടർ കൂടി വരാനുണ്ട് എന്ന് പറയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയേക്കാണ് ആര്യനും ആകാശും കൂടി ചേർന്നിട്ടോ. അപ്പോഴേക്കും അത് കാണുമ്പോൾ SA പറയണ്ടേ, ഇതെന്തിനാ മാധ്യമങ്ങളും കാര്യങ്ങളും, ഇവരൊക്കെ പറഞ്ഞേക്ക്, ഇവിടെ നിന്ന് ആരും നിർത്താൻ പറ്റില്ല, പോന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആര്യനും ആകാശും മാധ്യമങ്ങളോട് തുറന്നു പറയാണ്, ഈ SA ഉണ്ടല്ലോ, ഈ SA ആണ് ഇതിനെല്ലാത്തിനും സൂത്രധാരൻ. കൃഷ്ണമംഗലം എന്ന് പറഞ്ഞ അങ്ങനത്തെ ശത്രുതയുള്ള ഒരു ആൾക്കാരുണ്ട്, അവര് പാവപ്പെട്ട ജനങ്ങളുടെ സ്ഥലത്ത് കയറി ഒരു റിസോർട്ട് പണിതു. മീനാക്ഷി, അതായത് നീ നിൽക്കുന്ന മീനാക്ഷി ഞങ്ങളുടെ ഏടത്തി അവിടെ സ്ഥലത്തിന് സ്റ്റേ വെച്ചു. അത് ഇഷ്ടപ്പെടാത്ത കൃഷ്ണമംഗലംകാരൻ മനഃപൂർവ്വം ഒരു കൈക്കൂലി കഥ ഉണ്ടാക്കി അതൊരു പ്രാവർത്തികമാക്കി ഇപ്പൊ ഞങ്ങളുടെ ഏടത്തിനെ കൈക്കൂലി കേസിൽ പിടുത്തി എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പോവാണ്. 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ മീനാക്ഷി എടുത്തി കിടക്കേണ്ടി വന്നു. 2 ദിവസം ഇയാളുടെ പീഡനങ്ങൾ ഫുള്ളും സഹിക്കേണ്ടി വന്നു. ഇയാള് പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കില്ലായിരുന്നു. കൃഷ്ണമംഗലംകാർക്ക് വേണ്ടി വെറും ഒരു വാലാട്ടുന്ന നായ മാത്രമാണ് ഇയാള് എന്നൊക്കെ പറയാണ്. അതിന് മാധ്യമങ്ങൾ അയാളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ന്യൂസിലെങ്കിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്യുതനും അനന്തനൊക്കെ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. കാരണം മീനാക്ഷിനെ ഇപ്പൊ കോടതിയിലേക്ക് കൊണ്ടുപോകും, അതിന്റെ ന്യൂസ് TV വരുമല്ലോ, അത് കാണാൻ വേണ്ടി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നിൽക്കുമ്പോഴാണ് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ആ ന്യൂസ് വരുന്നത്. നമ്മുടെ ആര്യനും ആകാശവും കൂടി ന്യൂസ് ചാനലിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മീനാക്ഷിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല CCTV ഫോട്ടോസ് ഒക്കെ എല്ലാം തന്നെ ആര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് CCTV ഫോട്ടോസ്. ഈ വന്നേക്കുന്ന ആള് എന്റെ ആകാശേട്ടനാന്ന് പറഞ്ഞിട്ട് വീണ മേഡത്തിന്റെ വീട്ടിൽ പോവുകയും അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വീണ മേഡത്തിന്റെ ഭർത്താവ് വന്നിട്ട് ആൾ മാറി ഞങ്ങളുടെ വീട്ടിൽ വരികയും ചെയ്തു. അതിനുശേഷമാണ് മീനാക്ഷി എടുത്ത് കൈക്കൂലി വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു സംഭവം ഇയാൾ ഉണ്ടാക്കിയെടുത്തത്. ഇതൊരു ആസൂത്രണമാണ്. ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് കൃഷ്ണമംഗലംകാരാണ്. അവിടുത്തെ അച്യുതനും അനന്തനുമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയാണ് ആര്യൻ. അങ്ങനെ SAക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ മീഡിയക്കാരോട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീഡിയക്കാർക്ക് വാർത്ത ചൂടോട് കിട്ടുന്ന വാർത്തയല്ലേ, അതെല്ലാ ചാനലുകളും ഫ്ലാഷ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്യുതൻ അനന്തനും പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും, ഞാൻ അപ്പോഴേ നിന്നോട് പറയണം ഒന്നും വേണ്ടെന്ന്, കണ്ടില്ല അവസാനം നമ്മുടെ തലയിൽ തന്നെ ഇനിയിപ്പോ പോലീസും പടകളും ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ പോലീസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരുവാണ്. കാരണം ഒരു പെണ്ണിനെ, സർക്കാർ ഉദ്യോഗസ്ഥനെ കവിഞ്ഞു ഒരു പെണ്ണിനെ, സ്ത്രീനെ 2 ദിവസമാണ് ഒരു തെളിവ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതുമില്ലാതെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ടിരുന്നത്. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും വല്ലാത്ത രീതിയിൽ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതിന് എന്തായാലും അച്യുതനും അനന്തനും ശിക്ഷ കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് പോലീസും കാര്യങ്ങളൊക്കെ അച്യുതനും അനന്തനും അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ മീനാക്ഷി നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മീനാക്ഷിയെ കോടതിയിൽ കൊണ്ടുപോകണ മുമ്പ് തന്നെ റിലീസ് ചെയ്യാണ്. ആര്യൻ ബാലിനോട് പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ തന്ന വാക്കാണ്, മീനാക്ഷി എടുത്തിന് ഒരു
പോറല് പോലും ഏൽക്കാതെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കുമ്പോൾ തിരിച്ച് നമ്മളുടെ കയ്യിലെത്തിക്കുമെന്ന് അച്ഛനെ ഞാൻ വാക്കുന്നതേ പാലിച്ചിട്ടുണ്ട്. മോനെ എടാ നീ എന്റെ വാക്ക് പാലിച്ചൂടാ എന്ന് പറഞ്ഞ ആര്യനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ ആര്യം പറയണ്ട അച്ഛാ, എനിക്ക് അച്ഛനടുത്ത് ഒരു ചെറിയ ദേഷ്യമുണ്ട്. കാരണം മീനാക്ഷിയെടുത്തി പറഞ്ഞു ആകാശേട്ടൻ ചിലപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവായിരിക്കാം. അത് അവർ ഭാര്യയും ഭർത്താവും നമ്മുടെ പ്രശ്നമാണ്. മീനാക്ഷിയെടുത്തി ഏട്ടനെ കാണാൻ തുടങ്ങിയിട്ട് 2-3 വർഷമല്ലേ ആയിട്ടുള്ളൂ. അച്ഛനെ ചെറുപ്പം മുതൽ ഏട്ടനെ അറിയാലോ, വാശിയും കാര്യങ്ങളും ഏട്ടനുള്ളത് ശരിയാണ്. പക്ഷെ ആരും ചതിക്കാൻ കൂട്ടു നിൽക്കില്ല അച്ഛാ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാരെ സ്വന്തം ഭാര്യനെ ഏട്ടൻ ചതിക്കില്ല. അച്ഛനാണെങ്കിൽ ഏട്ടനെ തെറ്റിദ്ധരിച്ച് ഏതൊക്കെ തരത്തിലാണ് അച്ഛൻ ഏട്ടനെ വഴക്ക് പറഞ്ഞത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഇവിടെ മുമ്പിലിട്ട് അച്ഛനാണെങ്കിൽ പോലീസുകാരുടെ ഒക്കെ മുമ്പില് എല്ലാവരുടെ മുമ്പിൽ അച്ഛനാണെങ്കിൽ ഏട്ടനെ പിടിച്ച് തള്ളിയിടുകയും ചവിട്ടി കൂട്ടുകയും ചെയ്തില്ലേ. ഇതൊക്കെ വളരെ മോശമായി പോയച്ചാ എന്ന് പറയുമ്പോ ആകാശം മോനെ നീ ക്ഷമിക്കടാ, മീനാക്ഷിയുടെ വിഷമവും സങ്കടവും ഒക്കെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവളെ ഈ ഒരു അവസ്ഥ ഒരിക്കലും എനിക്ക് കാണേണ്ടി വന്നല്ലോ. ആ ഒരു വിഷമത്തെ ഞാൻ ചെയ്തു പോയതാണ്. എന്നോട് ക്ഷമിക്കും മോനെ, നീ വേണമെങ്കിൽ എന്നെ അടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ആലം പറയുമ്പോ അച്ഛാ എനിക്ക് കുഴപ്പമില്ല അച്ഛാ, എന്നാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചെന്ന് വെച്ചാൽ വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് ആകാശ് പറഞ്ഞ് പൊട്ടിക്കരയാണ്. ശേഷം മീനാക്ഷി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആകാശിന്റെ മുഖത്ത് നോക്കാൻ പോലും മീനാക്ഷിക്ക് പറ്റുന്നില്ല കേട്ടോ. കാരണം ആകാശിനോട് വലിയൊരു തെറ്റ് താൻ ചെയ്തു എന്നൊരു കുറ്റബോധം നമ്മൾ മീനാക്ഷിനോടുണ്ട്. മീനാക്ഷി ആണെങ്കിൽ ആകാശ് എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയേണ്ട ആകാശ് ഒന്നും പറയണ്ട മീനു, എന്തായാലും നീ എന്നെ ഒരുപാട് തെറ്റിച്ചു, നിന്നെ ജോലി കളയുന്നൊക്കെ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞിട്ട്, പക്ഷെ നീ അത് തെറ്റിദ്ധരിച്ചു. ഞാൻ നിന്റെ ജോലി കളയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നാറിയ കളി കളിച്ചു നീ വിശ്വസിച്ചില്ലേ. എന്തായാലും ഇനിയിപ്പോ ഒന്നും പറയണ്ട, ആരും ഒന്നും പറയണ്ട. ആകാശ് ഒറ്റക്കൊടുത്തുകാരനാണല്ലോ. ആകാശിനെ കുറിച്ച് ആർക്കും എന്ത് വേണമെങ്കിലും പറയാലോ. ആകാശ് നന്ദിയില്ലാത്തവനാ. എന്തൊക്കെ ഞാൻ കേൾക്കണം. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടിയായി. ആര്യ വാടാ നമുക്ക് വീട്ടിൽ പോവാം, എല്ലാരും വാ എന്നിട്ട് വണ്ടിയിൽ കയറി അവർ വീട്ടിലേക്ക് പോവാണ്. മീനാക്ഷിനെ കാണുമ്പോൾ എല്ലാവർക്കും സമാധാനമാവണത്. അങ്ങനെ കൃഷ്ണമംഗലംകാർ അച്യുതനും മനോജനും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ എസ്ഐനെയും അവിടുന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എസ്ഐ ചെയ്ത കാര്യങ്ങളൊക്കെ മീനാക്ഷി മീഡിയക്ക് മുമ്പിൽ തുറന്നു പറയാണ്. എന്റെ പെങ്ങളും അച്ഛനും കൂടി എനിക്ക് ഭക്ഷണം കൊണ്ടും തന്നു, ആ ഭക്ഷണം ഇയാള് തട്ടിത്തെറിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക മീഡിയക്കാർക്ക് നമ്മുടെ മീനാക്ഷി. അത് മാത്രല്ല, ഇയാൾ എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പെണ്ണിനോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നോട് ഇയാൾ പറഞ്ഞു. ഇയാളുടെ നോട്ടം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അപ്പൊ മീഡിയക്കാരൊക്കെ ഈ എസ്ഐയുടെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ മീനാക്ഷി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ നല്ല പോലീസുകാരുണ്ട്, അവരെനിക്കൊരു തുള്ളി വെള്ളം കുടിക്കാന്നപ്പോ വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ വെള്ളം പോലും ഇയാൾ തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ പല രീതിയിലും, ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലും എന്നെ പല രീതിയിലുമാണ് ഇയാൾ കൃഷ്ണമംഗലംകാർക്ക് വേണ്ടിയിട്ട് ഇതാക്കിയത്. അത് മാത്രമല്ല, ഇയാൾ എനിക്കൊരു ഓഫറും വെച്ചു. കൃഷ്ണമംഗലംകാരുടെ ആ ഒരു സ്ഥലം ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ കോടതിയിൽ കൊണ്ടുപോകാതെ എന്നെ വെറുതെ വിടാന്ന് വരെ ഇയാൾ പറഞ്ഞു. അതുകൊണ്ട് ഇയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. കൃഷ്ണമംഗലക്കാർക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അതിന്റെ മുകളിൽ നിൽക്കണം ഇയാൾക്കുള്ള ശിക്ഷ. കാരണം അത്രമാത്രം എന്നെ അപമാനിച്ചു എന്ന് മീനാക്ഷി മീഡിയക്കാർക്ക് മുമ്പിൽ തുറന്നു പറയണം. അങ്ങനെ മീനാക്ഷിക്ക് വേണ്ടിയിട്ട് പോലീസുകാർ എസ്ഐനെയും അതുപോലെ തന്നെ നമ്മുടെ അച്യുതനെയും അനന്തനെയൊക്കെ എന്തായാലും ശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.